ഇന്നത്തെ റെസിപ്പി ഉള്ളിവടയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത് ടേസ്റ്റിലൊക്കെ ഉള്ള ഒരു ഉള്ളിവടയാണ്. അതിന് വേണ്ടി ഞാൻ ഒരു 3 സവാളയാണ് എടുത്തിട്ട് മീഡിയം സൈസിലുള്ള സവാളയാണ്. അതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന്, നല്ല കനം കുറച്ചിട്ടല്ല, എന്നാലും അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെയാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. നന്നായിട്ട് ആ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എല്ലാം ലെയറൊക്കെ വേർപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് ഞാൻ നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടെടുത്തിന്, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ടെടുക്കാം. ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇട്ടെടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതുപോലെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അതങ്ങനെ മൂടി വെച്ചിരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മൂടി തുറന്നു. ഇനി അതിലേക്ക് ഞാൻ ഇട്ടെടുക്കുന്നത് 1 സ്പൂണ് അരിപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് ഞാനൊരു 2 സ്പൂണോളം മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടിക്ക് പകരമാണ് ഗോതമ്പ് പൊടിയും ചേർക്കുക. മൈദപ്പൊടി ആകുമ്പോൾ അതിൻ്റെ ശരിക്കും ഒരു കൺസിസ്റ്റൻസി, ഒരു ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് പൊടി ആവരുത്. കൂടുതൽ ഇതിൽ ഉള്ളിയാണ് വേണ്ടത്. ഇതുണ്ടാക്കിയിട്ട് നമ്മൾ കുറേ നേരം നമ്മൾ തണുത്തിട്ടൊന്നും കഴിക്കരുത്. ചൂടോട് കൂടി തന്നെ കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഇതിലെല്ലായിടത്തും മാവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് മാവില്ല, എന്നാലും നമുക്കത് ഉരുട്ടിയെടുക്കാൻ പാകത്തിനൊക്കെ പാവുണ്ട്. നമുക്ക് ഇങ്ങനെ തോന്നും ഇതെങ്ങനെ ഉരുട്ടിയെടുക്കുക, ഉള്ളിയല്ലേ കൂടുതലായിട്ട് കാണണമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ചെറുതായിട്ട് സംശയം തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയും കൂടെ കുറച്ചുകൂടി മൈദപ്പൊടി ചേർത്തെടുക്കുക. ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല. ഞാൻ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ 3 ഉള്ളിവടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചെറിയ 3 ഉള്ളിയാണ് ഞാൻ എടുത്തിരുന്നത്. ഞാൻ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ഉരുട്ടിയിട്ട്, നല്ല കനം കുറച്ചിട്ടില്ല കേട്ടോ, കുറച്ച് കട്ടിയിലാണ് ഞാൻ ഇതിട്ടെടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. 2 സൈഡും മറിച്ചിട്ടെടുത്ത് നന്നായിട്ടൊന്ന് മുരിയിപ്പിച്ചെടുക്കാം. ഇതേപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക്, പിന്നെ ഇതിട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും ഫ്ലെയിം നല്ല കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വെന്ത് കിട്ടില്ല, പക്ഷെ പുറത്ത് കരിഞ്ഞും പോവുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഞാൻ തിരിച്ചു മറിച്ചിട്ട് 3 ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഓരോന്നും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സ്ട്രെയിനറിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണ കൂറ്റി കളഞ്ഞതിന് ശേഷം നമ്മളെടുത്ത് ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം കഴിച്ചാൽ മതി. അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി. ഒരുവിധം എല്ലാവർക്കും ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തൊരു ചുരുക്കമായിരിക്കും. എന്നാലും ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ.